ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രാർത്ഥനയ്ക്ക് എന്തു പങ്കാണ് ഉണ്ടായിരുന്നത്? ആദിമ ക്രിസ്ത്യാനികൾ തീവ്രതയോടെ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരുടെ മേൽ അവരോഹണം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ആദിമസഭ ചലിക്കപ്പെട്ടു. അവരുടെ സ്വാധീനമെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതായിരുന്നു. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു. 5 പ്രധാന ഇനം പ്രാർത്ഥനകളുടെ പേരുകൾ ഏവ? പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഇനങ്ങൾ ഇവയാണ്: ആശീർവാദ പ്രാർത്ഥനയും ആരാധിക്കലും, യാചനാ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, കൃതജ്ഞതാ പ്രകാശന പ്രാർത്ഥന, സ്തുതിയുടെ പ്രാർത്ഥന. എന്താണ് ആശീർവാദ പ്രാർത്ഥന? ദൈവത്തിൻ്റെ ആശീർവാദം നമ്മുടെ മേലുണ്ടാകാൻ വേണ്ടി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ആശീർവാദ പ്രാർത്ഥന. ദൈവത്തിൽ നിന്ന് മാത്രമാണ് സകല അനുഗ്രഹങ്ങളും പ്രവഹിക്കുന്നത്. അവിടുത്തെ നന്മ, അവിടുത്തെ അടുപ്പം, അവിടുത്തെ കാരുണ്യം, അതാണ് ആശീർവാദം അഥവാ അനുഗ്രഹം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നതാണ് ഏറ്റവും ചെറിയ അനുഗ്രഹ പ്രാർത്ഥന. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടിയിരിക്കുന്നത്? താൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയും സർവശക്തനായ ദൈവത്തെ വിനയപൂർവ്വം അംഗീകരിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. എന്നാൽ ക്രൈസ്തവാരാധന ദൈവത്തിൻ്റെ മഹത്വം, സർവശക്തി, പരിശുദ്ധി എന്നിവ മാത്രമല്ല കാണുന്നത്. യേശുക്രിസ്തുവിൽ മനുഷ്യനായി തീർന്ന ദൈവിക സ്നേഹത്തിൻ്റെ മുമ്പിൽ അവൻ മുട്ടുകുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന എൻ്റെ അഭിപ്രായത്തിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മാർത്ഥമായ പങ്കുവെക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം അറിയുന്ന വ്യക്തിയോട് കൂടെ ആയിരിക്കാൻ കൂടെ സമയം കണ്ടെത്തുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ആവിലായിലെ വിശുദ്ധ തെരേസയുടെ വാക്കുകൾ: ആരാധന ഒരു ആഡംബരമല്ല, പിന്നെയോ ഒരു മുൻഗണനയാണ്. യേശുവിനെ അന്വേഷിക്കുക എന്നത് വിശ്വസിക്കുന്നവരുടെ, ചെറുപ്പക്കാരുടെയും മുതിർന്നവരുടെയും വിശ്വാസികളുടെയും അവരുടെ അജപാലകരുടെയും സ്ഥിരമായ ആഗ്രഹമായിരിക്കണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകൾ.